ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഹർഷ ദി എനർജി ഹീലർ. ഇന്ന് ഞങ്ങളുടെ ഡാൻസാണ്. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. അപ്പോൾ ചെലങ്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃഷ്ണ, നിൻ്റെ ചെലങ്കയൊന്ന് കാണിച്ചേ. ഞാൻ കാലി കയറ്റി. അപ്പോൾ എല്ലാവരും ഞങ്ങളെ അനുഗ്രഹിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ ആവശ്യമാണ്. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഞങ്ങൾ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല കേട്ടോ. ബിക്കോസ് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ചിലങ്കയൊക്കെ ഇട്ട് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ പ്രാക്ടീസ് സെഷനായിരുന്നു. ഇത് വെറും ഒരു 2 ദിവസം കൊണ്ട് ഞങ്ങൾ പഠിച്ചെടുത്തതാണ്. ഇതിന് ശേഷം എനിക്ക് എന്തൊരു കാലുവേദന എന്ന് പറഞ്ഞാൽ, ബിക്കോസ് എനിക്ക് ഈ സിറ്റിംഗ് ഇതായിരുന്നു ഞാൻ എടുത്തത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമല്ലേ ഇങ്ങനത്തെ പരിപാടിയൊക്കെ. അപ്പോൾ എന്തൊരു വേദനയായിരുന്നു. അപ്പോൾ നമ്മൾ സ്ഥിരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വേദന ഇല്ലാണ്ടാവും. നമുക്ക് ഇതൊട്ടും നമ്മൾ ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര വേദനയാണ്. അങ്ങനെ പിന്നെ സെറ്റാക്കി ഞങ്ങളിതാ നമ്മുടെ കോസ്റ്റ്യൂമൊക്കെ നമ്മൾ യശ്വന്ത്പൂരിലുള്ള ഒരു സ്ഥലത്തു നിന്നായിരുന്നു ഞങ്ങൾ എടുത്തത്. അപ്പം ഞങ്ങളുടെ കൂടെ നമ്മുടെ സുപ്പും ഉണ്ടായിരുന്ന കൂടെ. അപ്പോൾ എൻ്റെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു. ഇതാണ് എൻ്റെ അറ്റയർ. അപ്പം ഞങ്ങൾ ഇതാണ് ചൂസ് ചെയ്തത്, ഓറഞ്ച് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അത് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ഒരു കളറായിരുന്നു. വേറെ കുറേ അവർ കാണിച്ചു തന്നു. അതാണ് നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. അപ്പം ഞങ്ങളെ കൊണ്ടുവന്നത് ഷൺമുഖനണ്ണനാണ്. അദ്ദേഹം അവിടെ നിന്ന് മടുത്തു. ബിക്കോസ് ഞങ്ങളുടെ ഈ ഒരുക്കം കുറേ മണിക്കൂറായി. അപ്പം സുപ്പു അവളുടെ രീതിയിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര സ്റ്റൈലായിട്ടുണ്ട് സുപ്പുവിൻ്റെ സാരിയും ആ ഒരു അറ്റയറും. പുള്ളിക്കാരിയും പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ മേക്കപ്പൊക്കെ ചെയ്ത് റെഡി ആയിരിക്കുകയാണ് ഞങ്ങൾ. അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ ഡാൻസാണ്. ആണ് ഇവിടുത്തെ ഡെക്കറേഷനൊക്കെ. ആനുവൽ ഡേൻ്റെ നമന 2024 എല്ലാവരും റെഡി ആയിരിക്കുകയാണ് സെൽഫിയൊക്കെ എടുക്കാനായിട്ട്. അടിപൊളി. ആ സെൽഫി നന്നായിട്ടുണ്ട്. സർവീസ് അവാർഡിനുള്ള ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ബൊക്കേസൊക്കെ റെഡിയാണ്. ഒരു നർത്തകി അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പ്രഭ മാഡം ഇങ്ങനെ നടക്കുന്നത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഒരു ആങ്കർ ഇവിടെ ഇങ്ങനെ ഉണ്ട്. എല്ലാവരും ഇതൊക്കെയാണ് ഇവിടെ ആങ്കർ. സോ എല്ലാവരും ഇതിന് വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. സോ ഇതാണ് ഞങ്ങളുടെ വേദി. ഇവിടെയാണ് ഞങ്ങൾ കളിക്കാൻ പോകുന്നത്. ഓക്കെ, രഞ്ജിത എല്ലാം അറേഞ്ച് ചെയ്യാണ്. നോക്കടി. അങ്ങനെ ഞങ്ങളുടെ ഡാൻസൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെയുള്ള വ്യൂവേഴ്സിന് ഞങ്ങൾ ആരാന്ന് പോലും മനസ്സിലായില്ല. അവർ വിചാരിച്ച് ഞങ്ങളെ പുറത്തുനിന്ന് എന്തോ കൊണ്ടുവന്ന ആൾക്കാരാണ്, അവിടുത്തെ സ്റ്റാഫാണെന്ന് ആർക്കും മനസ്സിലായില്ല. പിന്നെ ഞങ്ങൾ വേഷമൊക്കെ മാറി വന്നപ്പോഴാണ് ദേവർ ലൈക്ക്, അയ്യോ ഇത് നമ്മുടെ ഹർഷയും കൃഷ്ണേന്ദുവാണ്. കൃഷ്ണേന്ദുവിനെ എങ്ങനെയെങ്കിലും മനസ്സിലാവും, പക്ഷേ ഹർഷനെ തീരെ മനസ്സിലായില്ല അവിടെയുള്ള ആൾക്കാർ. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ പ്രിൻസിപ്പൾ തന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും അങ്ങനെ കളിച്ചിട്ടില്ലായിരുന്നു അവിടെ. അപ്പോൾ വീണ്ടും അടുത്തൊരു വ്ളോഗുമായി കാണുന്നവരെ ബൈ.